നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ സ്വാമി പറ്റി കുറെ സാധനങ്ങളൊക്കെ ഗോമതിയോടും ബാലിനോടും ഈ പൂജയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഉണ്ടോ എന്ന് നോക്കുവാണ്. ആ സമയത്താണ് ഗോമതി ചോദിക്കുന്നത്, എടാ ധർമ്മ, സുകന്യയുടെ തലയ്ക്കൊഴിഞ്ഞ നാണയം നീ എടുത്തിട്ടില്ലെന്ന്. അതൊക്കെ വേണം കാണാം. വീട്ടിലുള്ളവര് അവർക്ക് പൂജയ്ക്ക് വരാൻ പറ്റില്ലല്ലോ, അപ്പൊ അവർക്കും ഒരാപത്തും വരാതിരിക്കാൻ വേണ്ടിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ധർമ്മം നോക്കിക്കഴിഞ്ഞപ്പോ തന്റെ പോക്കറ്റിനകത്ത് നാണയമില്ല. ഒരു നിമിഷം ഞെട്ടിപ്പോയി. അല്ലേച്ചി, ആ നാണയം കാണുന്നില്ല എന്ന് പറഞ്ഞു. കാണുന്നില്ലാന്നോ? നീ എന്താടെ പറയണേ? എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ചേച്ചി, പക്ഷെ അതിപ്പോ ഇല്ലാന്ന് പറയണം. ഗോമതിക്ക് ടെൻഷനായി. ബാലേട്ട, ഇനിയിപ്പൊ എന്ത് ചെയ്യും? ആ നാണയം വേണ്ടേ? അപ്പൊ ഇനി പൂജ നടക്കില്ല എന്നൊക്കെ ചോദിച്ചു. ബാലൻ പറഞ്ഞ് സമാധാനമായിട്ടിരിക്കുക, നമുക്കൊരു കാര്യം ചെയ്യാം. ആ സ്വാമി പൊറ്റോട് ചോദിച്ചു നോക്കാം എന്താ വേണ്ടേന്നൊക്കെ ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ ടെൻഷൻ അടിക്കില്ലേന്ന് പറഞ്ഞു. ആ സമയത്ത് ആനന്ദ് പറഞ്ഞു, അല്ലച്ച, ഇതുവരെയായിട്ടും ആരിനെ കണ്ടില്ലോ എന്ന് പറയണം. ഗോമതി പറഞ്ഞു, അത് ശരിയാ, അവനൊന്ന് വിളിച്ചു നോക്കാൻ പറയണം. അങ്ങനെ ആനന്ദ് വിളിക്കുകയാണ് ആരിനെ. ആ സമയം ആര്യം പറഞ്ഞു, ഇതേ ഞാൻ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക, ഇപ്പൊ തന്നെ എത്തുമെന്ന് പറയണം. അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, ശരി, എത്രയും പെട്ടെന്ന് തന്നെ നീ വരാൻ നോക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഗോമതി പറഞ്ഞു, അവനും കൂടെ പെട്ടെന്ന് വരണം. അവനാണെങ്കിലോ ഇത്ര സമയമായി, രാവിലെ തന്നെ അവനോട് വരാൻ പറഞ്ഞല്ലേന്ന് ചോദിച്ചു. മീനാക്ഷി പറഞ്ഞു, ചിലപ്പം ആരിന് എന്തെങ്കിലും തിരക്ക് കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവൻ വരാത്തേന്ന് പറഞ്ഞു. ഗോമതിക്ക് ഭയങ്കര ടെൻഷൻ, ആരിനും കൂടി എത്തിയാലോ ഒരു സമാധാനം ഉണ്ടാകത്തുള്ളൂ. ഇതേ സമയത്ത് അലോക് പൂജ മുടക്കാൻ വേണ്ടി ചില തന്ത്രങ്ങളൊക്കെ പയറ്റിട്ടുണ്ടായിരുന്നു. പൂജ മുടക്കാൻ വേണ്ടി മാത്രമല്ല, ഗോമതിയെ ഈ പൂജയോട് കൂടിയിട്ട് ഇല്ലാതാക്കണം, അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളെ മെനയണേ. പിന്നീട് അലോക് അവിടുത്തെ ആ ക്ഷേത്രത്തിലെ മാനേജറെ വിളിക്കുകയാണ്. അപ്പൊ ആ മാനേജറുമായിട്ടാണ് അലോക് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതുപോലെ തന്നെ ചെയ്തു വെച്ചേക്കണമെന്ന് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും അതിന്റെ ഭംഗിക്ക് ഞാൻ ചെയ്തോളാം. അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും തനിക്കുള്ള പണം തന്റെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്യുമ്പോഴത്തേനും രാജശ്രീ അങ്ങോട്ട് വന്നു. രാജശ്രീ എന്നിട്ട് അലോകിനോട് ചോദിച്ചു, എടാ എന്തൊക്കെയാടാ, എനിക്ക് നല്ല പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞു. അമ്മ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാ. എടാ, ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാന്നേ? നീ എന്താ പ്ലാനാ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്? നിന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ടല്ലോ. അത് കേട്ടിഞ്ഞപ്പോ അലോക് പറഞ്ഞു, അതൊക്കെ ഉണ്ട്, അമ്മ ഇങ്ങോട്ട് വാ കാണിച്ചു തരാന്നും പറഞ്ഞുകൊണ്ട് രാജശ്രീ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി. പിന്നീട് ഒരു സൂപ്പർ ഗ്ലൂ എടുത്ത് കാണിക്കുകയാണ്. ഇത് വെച്ചാ ഒരു പ്ലാൻ തയ്യാറാക്കുന്നത്. ഇത് വെച്ചോ? എടാ, ഇതെന്താടാ? ഇത് വെച്ച് എന്ത് പ്ലാൻ തയ്യാറാക്കാനായിട്ടാ? എന്റെ അമ്മേ, അമ്മയ്ക്ക് അറിയത്തില്ലാത്തോണ്ടാ എന്ന് പറഞ്ഞു. പിന്നീട് ആ പ്ലാൻ അങ്ങോട്ട് വിസ്തരിക്കുകയാണ്. ഇന്നവിടെ പൂജ ചെയ്യുന്ന സമയത്ത് അപ്പച്ചയായിരിക്കും പൂജയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ആള്, അഗ്നി പൂജയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ അപ്പച്ചയെ നമുക്ക് ഇല്ലാതാക്കണം. എടാ, ഈ സൂപ്പർ ഗ്ലൂ വെച്ച് എന്ത് ചെയ്യാനാ? അമ്മേ, അവിടെ ഒരു പണി കൊടുക്കും. ഈ അഗ്നിപൂജ എന്ന് പറഞ്ഞാൽ നിസ്സാര പൂജയല്ല. ആ പൂജയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാനത് പഠിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ അഗ്നിക്ക് ചുറ്റും വലം വെക്കണ സമയത്ത് ആ അഗ്നിയിലേക്ക് വീഴും അപ്പച്ചി പറയണം. അഗ്നിയിലേക്ക് വീഴുന്നോ? അതൊക്കെ സാധിക്കുന്ന കാര്യമാണോടാ? അതിനൊക്കെയുള്ള പണികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരാണി വെച്ച് ഞാൻ പണി കൊടുക്കുമെന്ന് പറയണം. പിന്നീട് തന്റെ മനസ്സിലുള്ള ആ പ്ലാനുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ആ തന്ത്രങ്ങളൊക്കെ പറയണേ. ആണി എവിടെ പതിപ്പിച്ചു നോക്കണം, അത് സൂപ്പർ ഗ്ലൂ വെച്ചവിടെ. അപ്പം ഗോമതി ഇങ്ങനെ അഗ്നിക്ക് ചുറ്റും വലം വെക്കണ സമയത്ത് ആണി കാലിലേക്ക് കയറി കഴിയുമ്പോൾ ഗോമതിക്ക് പെട്ടെന്ന് ബാലൻസ് തെറ്റും. ഗോമതി അഗ്നിയിലേക്ക് വീഴും. അങ്ങനെ ഗോമതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് അലോകിന്റെ പ്ലാന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രാജശ്രീക്ക് ടെൻഷനായി. രാജശ്രീ പറഞ്ഞു, എടാ മോനെ, ഇത് വേണോ? എങ്ങാനും ഇത് നിന്റെ അച്ഛനോ വെളിച്ചനൊക്കെ അറിഞ്ഞ പ്രശ്നവും. അവരിതിനൊന്നും സമ്മതിക്കില്ല, അവരുടെ സ്വന്തം സഹോദരി അല്ലേന്ന് ചോദിച്ചു. അമ്മേ, തൽക്കാലത്തേക്ക് അമ്മ ഇതിന് ആരോടൊന്നും പറയാനൊന്നും പോണ്ട. എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ടും കാര്യമില്ല. ഈ വീടും പുരയുടെ ഒക്കെ ഇപ്പൊ അപ്പച്ചിയുടെ പേരില്ല, നമ്മുടെ പേർക്ക് കിട്ടണമെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അതും പറഞ്ഞ് അലോ അങ്ങോട്ട് പോയി. രാജശ്രീക്ക് ടെൻഷനായി. ദൈവമേ, ഇവന് ഇനി ഈ പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന് പണിയാകുമോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ട്. അതേസമയം സുകന്യക്ക് വീട്ടിൽ വിശന്നിട്ട് ഒരു രക്ഷയില്ല. എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല. എങ്ങനെയെങ്കിലും കുറച്ച് ആഹാരം കിട്ടിയാൽ മതിയായിരുന്നു. കൃഷ്ണമംഗലത്തേക്ക് പോകണ ആഹാരം കിട്ടും. പക്ഷെ എങ്കിൽ ഇപ്പൊ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ മിത്രയും ശ്രീദേവിയൊക്കെ വീട്ടിലുണ്ട്, അവര് കാണും. അവര് കണ്ട പ്രശ്നമാവുകയും ചെയ്യും. ഒരിടത്തേക്കും പോലെന്നാ പറഞ്ഞിരിക്കുന്നത്, വീട് വിട്ട് പോരെന്നാ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയെങ്കിലും പാത്തും പതുങ്ങി അപ്പുറത്തെ എല്ലുവാണ് രാജശ്രീയുടെ കയ്യിൽ നിന്ന് കുറച്ച് ആഹാരം മേടിച്ച് കഴിക്കാം എന്നൊരു ചിന്തയായിരുന്നു സുകന്യയുടെ മനസ്സിൽ. അങ്ങനെ സുകന്യ എന്ത് ചെയ്തു? പാത്തും പതുങ്ങി കൃഷ്ണമംഗലത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് മിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. മിത്ര വന്നിട്ട് ചോദിച്ചു, അല്ല സുകന്യേച്ചി ഇത് എങ്ങോട്ടാന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാൻ വെറുതെ, അതെ
കൃഷ്ണമംഗലത്തേക്ക് പോകാൻ നോക്കണ്ട, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. ചേച്ചിക്ക് വയ്യാന്നല്ലേ പറഞ്ഞത്? ചേച്ചിക്ക് ഇവിടെ വയ്യായി ഇത്ര പെട്ടെന്ന് കുറഞ്ഞു എന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാൻ കുറച്ച് സമയം കിടന്നു കഴിഞ്ഞപ്പോൾ മാറിയായിരുന്നോ? അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ക്ഷേത്രത്തിലേക്ക് പോകാൻ അല്ലേന്ന് ചോദിച്ചു. ഓ, ഇനിയിപ്പോൾ ഇത്ര സമയമായില്ലേ, ഞാൻ ചെല്ലുമ്പത്തേനും പൂജയൊക്കെ തുടങ്ങും. അത് ശരിയല്ല, അതുകൊണ്ട് എന്താണെങ്കിലും ഞാനില്ലാന്ന് പറയണം. ശരി, ആയിക്കോട്ടെ, എന്നാൽ പോയി ചേച്ചി റെസ്റ്റ് എടുക്കുക, ഒരിടത്തേക്കും പോകണ്ടാന്ന് പറഞ്ഞു. സുകന്യക്ക് ദേഷ്യമായി. എന്റെ ദൈവമേ, അവൾക്ക് വന്ന് കാണാൻ തോന്നിയ ഒരു സമയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുകന്യ അകത്തേക്ക് കയറിപ്പോയി. എന്ത് വന്നാലും കൃഷ്ണമംഗലത്ത് പോയാൽ മതിയാവുള്ളൂ, അല്ലെങ്കിൽ താനിവിടെ പട്ടിണി കിടന്ന് ചാവുന്നൊരു ചിന്ത മനസ്സിലുണ്ടായി. ആ സമയത്ത് ശ്രീദേവിയും മിത്രയും കൂടെ അടുക്കളയിൽ കറികളൊക്കെ ഉണ്ടാക്കുവാണ്. അപ്പൊ ശ്രീദേവിക്ക് ആഹാരം കഴിക്കണമല്ലോ. പിന്നീട് ശ്രീദേവി എന്ത് ചെയ്തു, ഉപ്പും പാത്രം എടുത്ത് കറിക്കകത്തേക്ക് ഉപ്പിടാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പോഴാണ് ശ്രീദേവിയുടെ കയ്യിൽ നിന്ന് ഉപ്പ് പരണ്ട് താഴേക്ക് വീണ് പൊട്ടിച്ചെതറുന്നത്. ഇത് കണ്ടപ്പം മിത്രയെന്ന് ഞെട്ടി. മിത്ര പറഞ്ഞു, അയ്യോ, ഉപ്പുപാത്രം താഴെ വീണ് പൊട്ടിയെന്ന് ചോദിച്ചു. അതേ മിത്രയെന്ന് പറയാണ്, ഉപ്പുപാത്രം താഴെ വീണ് പൊട്ടുന്ന ദുശകനോ എന്നാണ് പറയുന്നത്. ദുശകനോ? അതെ, നല്ലൊരു കാര്യമല്ല, വീട്ടിൽ എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നതിന് മുന്നോടിയാന്നാ പറയണേ. എൻ്റെ മുത്തശ്ശിയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് ടെൻഷനായി. ശ്രീദേവി പറഞ്ഞു, ഇനിയിപ്പം അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ? പൂജ ചെയ്യാൻ പോയിരിക്കുമല്ലേ, ആ പൂജയ്ക്ക് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലായിരിക്കും, നമുക്ക് പ്രാർത്ഥിക്കാൻ ഭഗവാനോട്. ശ്രീദേവി വെച്ച് ധൈര്യമായിട്ടിരിക്കുക. ശ്രീദേവിനെ അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് മിത്ര. അപ്പോഴേക്ക് സുകന്യ അങ്ങോട്ട് വന്നു. സുകന്യ വന്നിട്ട് എഴുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുക്കണം. അയ്യോ, ഉപ്പും പാത്രം താഴെ വീണ് പൊട്ടിപ്പോയോ? അങ്ങനെയാണ്, സൂക്ഷിക്കണം, എന്തോ അപകടം വരാൻ പോകുന്നുണ്ട്, ഈ കുടുംബത്തിൽ ആർക്കും എന്തോ അപകടം വരുന്നുണ്ട്. അപ്പൊ ശ്രീദേവിക്ക് ഭയങ്കര വിഷമായി. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ പണ്ടുള്ളവർ വെറുതെ പറയുന്നതായിരിക്കും, അങ്ങനെ ആപത്തൊന്നും സംഭവിക്കില്ല, ശ്രീദേവി വെച്ച് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. പിന്നീട് മിത്ര എന്ന് സുകന്യയോട് പറഞ്ഞു, സുകന്യച്ചി ഇത് എന്ത് പരിപാടിയാ കാണിക്കണേ? ശ്രീദേവിച്ച് ഗർഭിണിയാന്നുള്ള കാര്യം അറിയാലോ, ഈ സമയത്ത് മനസ്സിന് അധികം ടെൻഷൻ ഒന്നും കൊടുത്തുകൂടാ, അതൊക്കെ അറിയാഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചു. ഒടുവിൽ സുകന്യ പറഞ്ഞു, പിന്നെ ഞാനത് ഓർത്ത് വെച്ചിട്ടൊന്നുമല്ല, പക്ഷേങ്കിൽ ഉപ്പ് വരണ്ട് താഴെ വീണ് പൊട്ടുന്ന അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ എന്നൊക്കെ സുകന്യ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഈ സമയത്ത് ആരിന് ആ ദേവമല്ലയിലേക്ക് വരുവാണ്. വരണ സമയത്താണ് പെട്ടെന്ന് ആര് സഞ്ചരിച്ച ബൈക്കും ഒരു ഓപ്പോസിറ്റ് വന്നിട്ട് കാറും തമ്മിൽ കൂട്ടിയിടിക്കാൻ തുടങ്ങിയത്. അവന്മാർ റോങ് സൈഡിൽ കയറി വന്നാണ്. ആരിനെ ഇടിച്ചു പിടിച്ചില്ലെന്ന് മട്ടി നിന്നു. പെട്ടെന്ന് ആരിന് ദേഷ്യം വന്നു. ആരും ചാടി ഇറങ്ങിയിട്ട് അവരുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ മുഖത്ത് കണ്ണില്ലേ, നിങ്ങൾ എന്ത് പരിപാടിയെ കാണിക്കണം എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അവന്മാർ പറഞ്ഞു, നീ ഇത് എവിടെ നോക്കിയാ വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കശപശയായി. ആരിന് കൃത്യസമയത്ത് പൂജയ്ക്ക് എത്തേണ്ടതാ, പക്ഷേ എങ്കിൽ ആരിന്റെ കുറെ സമയം അങ്ങനെ അവിടെ പോവാണ്. ആരിന് കൃത്യസമയത്ത് പൂജയ്ക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ആരിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ ബാക്കി എല്ലാവർക്കും ടെൻഷനായി. ആരിനെ വിളിച്ചിട്ടാണ് കോള് കിട്ടുന്നുമില്ല. അതിങ്ങനെ ഫോൺ ബെല്ലടിക്കുന്നൊന്നും ആരിനെ അറിയുന്നുണ്ടായിരുന്നില്ല. അവരുമായിട്ട് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുവാണല്ലോ. ഇതേ സമയത്ത് ഗോമതി പറഞ്ഞു, ബാലേട്ട ആരിന് എത്തിയില്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, സാമ്പേറ്റോട് ചോദിക്കാന്ന് പറയണം. അങ്ങനെ പോറ്റിയുടെ അടുത്തതിൻ്റെ കാര്യങ്ങൾ പറയണം. എൻ്റെ ഒരു മകനും കൂടെ വരാനുണ്ടായിരുന്നു, അവനെതിരായിട്ട് എത്തിയില്ലെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പൂജ തുടങ്ങാം, കൃത്യസമയത്ത് തന്നെ പൂജ തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നൊക്കെ സാമിപ്പറ്റി പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഗോമതിയാണ് പൂജയ്ക്ക് വേണ്ടി ഇരിക്കുന്ന ആള്. അങ്ങനെയാണെങ്കിൽ പോയി കുളിച്ച് ശുദ്ധി വരുത്തിയിട്ട് വന്നോളാൻ പറയാണ്. അങ്ങനെ ഗോമതി കുളിക്കാനായിട്ട് പോണ സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബാലന് ഗോമതിയുടെ തലവഴി വെള്ളം ഒഴിച്ച് ഗോമതിയെ ശുദ്ധി വരുത്തുന്നത്. അതിനുശേഷം വേണം പൂജയ്ക്ക് വേണ്ടി ഇരുത്താനായിട്ട്. അങ്ങനെ സാമിപ്പോയിട്ട് പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങൾ അവർ ചെയ്യുവാണ്. ആ സമയം ഗോമതിയുടെ മനസ്സിലൊരു വിഷമമുണ്ട്. ഇതുവരെയിട്ട് ആരും എത്തിയിട്ടില്ല, അവരെന്താ ഇതുവരെ എത്താത്തെ, ആകപ്പാടെ ഒരു വിഷമമുണ്ട്. അപ്പോഴേക്കും ബാലൻ സമാധാനിപ്പിച്ചു, അവനിങ്ങ് എത്തിക്കോളൂ, നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് അലോകനെ രാജശ്രീ വിളിച്ചു. രാജശ്രീ വിളിച്ചിട്ട് ചോദിച്ചു, എടാ എന്തായുടെ മോനെ കാര്യങ്ങൾ? ഒന്നും ആയില്ലമ്മേ. എടാ എനിക്ക് പേടിയാവുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യണോ? അവസാനം നമ്മളെങ്ങാനും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർന്നു. അങ്ങനെയൊന്നും സംഭവിക്കില്ലമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചിട്ടാണ് അലോക് കോള് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം മാനേജറെ വിളിക്കുകയാണ് ക്ഷേത്രത്തിലെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തായി, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചോന്ന് ചോദിച്ചു. അതെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി എന്താണെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് നടക്കുക തന്നെ ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കാരണവശാലും ഇത് വെളിയിൽ വരില്ലെന്ന് പറയണം. അതൊന്നും ഇല്ല, താൻ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് അലോക് സമാധാനിപ്പിക്കണം. അപ്പോഴേക്കും അയാൾ പറഞ്ഞു, ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും എൻ്റെ തലയിലേക്ക് വെച്ച് കെട്ടിയേക്കരുത്, അറിയാലോ. ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളം എന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, ആ കാര്യമൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അയാളെ സമാധാനിപ്പിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നേ. എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ഗോമതിക്ക് ഒരാപത്തും വരാൻ പോകുന്നില്ല. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.